കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാനത്ത് MSF നടത്തിയ ഉപരോധ സമരത്തിൽ സംഘർഷം. യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് സമരക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ഇജാസ് ആറളം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധമായതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ സിലബസ് ഇംപ്ലിമെന്റ് ചെയ്തില്ല. ഈ വർഷം ഒരു വർഷം സമയം കൊടുത്തു. ആ ഒരു വർഷമായി എന്ത് ചെയ്തു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകേണ്ടത്. എന്താണ് ഒരു വർഷമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി സിലബസുകൾ ക്രമീകരിച്ചിട്ടില്ല. അക്കാദമിക് കൗൺസിൽ കൂടണം. അക്കാദമിക് കൗൺസിൽ കൂടിയിട്ടില്ല. ഞങ്ങൾ വേണ്ടപ്പെട്ട അധ്യാപകരുമായി ബന്ധപ്പെട്ടു. വേണ്ടപ്പെട്ട അധ്യാപകർ പറയുന്നു അങ്ങനെ അക്കാദമിക് കൗൺസിൽ കൂടിയിട്ടില്ല. അക്കാദമിക് കൗൺസിൽ കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് സിലബസ് നിർമ്മിക്കുക? അക്കാദമിക് കൗൺസിൽ കൂടിയിട്ട് മാത്രമാണ് ഒരു സിലബസ് നിർമ്മിക്കാൻ പറ്റുക. സിലബസ് കമ്മിറ്റി എടുത്തോ? കൃത്യമായി സിലബസ് കമ്മിറ്റികൾ എടുത്തിട്ടില്ല. സിലബസ് കമ്മിറ്റികളൊന്നും എടുക്കാതെ, സിലബസ് നിർമ്മിക്കാൻ കമ്മിറ്റികൾ എടുക്കാതെ നിങ്ങൾ ഒരു സിലബസ് പോലും പ്രഖ്യാപിക്കും. 4 വർഷ ബിരുദ സിലബസ് ഉടൻ പ്രസിദ്ധീകരിക്കുക, വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ തുടർപഠന ആശങ്ക പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. നസീർ പുറത്തിൽ അധ്യക്ഷത വഹിച്ചു. KV റംഷാദ്, യൂനുസ് പടന്നോട്ട്, ആദിൽ എടയന്നൂർ, ഫർസാന TA തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.